നമ്മൾ എല്ലാം പറഞ്ഞു അല്ലേ. ഇനിയിപ്പോൾ എനിക്ക് പറയാനൊന്നുമില്ല. ശരിക്കും നമ്മളൊരു അധ്യാപികയുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ സ്കൂളിലെ കുട്ടികളും അവരുടെ കോവർക്കേഴ്സൊക്കെ ആയിട്ടുള്ള ഒരു സമയമാണ്. 2018 വരെ എനിക്ക് തോന്നുന്നു അങ്ങനെ കുറേ അനുഭവങ്ങൾ കിട്ടി. അതിനുശേഷം ഇങ്ങോട്ട് 25 എന്ന് പറഞ്ഞാൽ ഇത്രയും നാളും സത്യം പറഞ്ഞാൽ ഒരു നല്ല അനുഭവം ഉണ്ടായിട്ടില്ല. അതിന് കാരണം കൊറോണയാണെന്ന് പറയാം, പിള്ളേരുടെ ആറ്റിറ്റ്യൂഡിൽ വന്ന മാറ്റമാണെന്ന് പറയാം, എന്തൊക്കെയോ ആണ്. അപ്പോൾ ഞാൻ ആ വ്യത്യാസം മനസ്സിലാക്കിയത് എങ്ങനെയാണെന്നറിയാമോ? ഞാൻ ഈ സ്കൗട്ടിൻ്റെ ചാർജ് ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്കൗട്ടിൽ എന്ന് വെച്ചാൽ പിള്ളേരുമായിട്ട് കൂടുതൽ നമ്മളൊന്നുകൂടെ അടുത്ത് സംസാരിക്കണം. ഇവർ റിസൾട്ടൊക്കെ കഴിഞ്ഞാലുണ്ടല്ലോ നമ്മളൊരു അക്ഷരം പോലും പറയാണ്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്നത് മാത്രമാണ് എൻ്റെ ജോലി എന്നത് കണക്കാക്കി അവർ വാങ്ങിച്ചുകൊടുക്കും. അപ്പോൾ എൻ്റെ കൂടെയുള്ള സരിത ടീച്ചർ പറയും, ടീച്ചർ എന്തിനാണ് അതിനെക്കുറിച്ച് ഓർത്ത് ബോധർ ചെയ്യുന്നതെന്ന്. പക്ഷെ എനിക്ക് അവർ നന്നാക്കണം എന്നാണ്. കാരണം വെച്ചാൽ അങ്ങനെയല്ല, ടീച്ചർക്ക് പറഞ്ഞിട്ട് പോകും, അങ്ങനെ ടീച്ചറോട് താങ്ക്സ് പറയുക, അങ്ങനെയൊക്കെ പറയണമെന്ന് പറയിപ്പിക്കാൻ ഞാൻ ശ്രമിക്കും. അപ്പോൾ സരിത പറയണത്, അപ്പം ഞാൻ പറഞ്ഞ ആറ്റിറ്റ്യൂഡ് ടീച്ചേഴ്സ് തമ്മിലുള്ള ചെറുപ്പവും പ്രായത്തിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ, അതാണ് ഞാൻ എപ്പോഴും ഓർക്കുന്നത്. ഈ ക്ലാസ്സിൽ ഞാൻ എപ്പോൾ ഈ ക്ലാസ്സിൽ എല്ലാ കൊല്ലം ക്ലാസ്സിൽ ആരെങ്കിലും പഠിക്കാനായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ആദ്യം വരുമ്പോൾ ഞാൻ ആലോചിക്കുന്നതെന്നറിയാമോ? ഈ ക്ലാസ്സിൽ ഞാൻ തലകറങ്ങി വീണില്ലേ, ആ സംഭവമാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ട്, ആ ടെസ്റ്റ് പേപ്പർ എടുത്തിട്ട് പേപ്പർ കൊടുത്തിട്ട് ഞാൻ പഠിപ്പിച്ചതാണോ, എനിക്കിപ്പോൾ സങ്കടമോ എന്താ, എനിക്ക് ഇവിടെ നിന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. അതിപ്പോഴും പഴയ റിട്ടയറായിട്ടുള്ള ടീച്ചർമാരുടെ ആഗ്രഹത്തിലേക്ക് വരുമ്പോഴും അത് ഓർക്കും. ഇപ്പോഴും എന്തിനാണ് ഓർമ്മ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അത്രയും വലിയ സംഭവമായിരുന്നു എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ തല കറങ്ങുന്നത് എന്റെ ചെറുതരൽ മുതലേ എനിക്ക് ഫീൽ ചെയ്തു. കാരണം 1-2 കുട്ടികൾക്ക് മാർക്ക് കൊടുക്കുന്നു, 1, 2 ഈ മാർക്ക് കൊടുക്കാനല്ല അവർ പഠിപ്പിക്കുന്നത്. ഇന്നാണെങ്കിൽ എനിക്ക് യാതൊരു കുടുക്കവും ഇല്ല അതൊക്കെ കാണുമ്പോഴേ. പണ്ട് ഞാൻ തോറ്റ കുട്ടികളെ മാർക്ക് പറയാതെ ഇപ്പോഴും അങ്ങനെ എനിക്ക് വിഷമാണ്. പക്ഷെ പിള്ളേർക്ക് യാതൊരു വിഷമമില്ല, അവരതിങ്ങനെ പിടിച്ച ആളുകളാണ്. മറ്റൊരു നമ്മുടെ ഇന്ത്യയിൽ പഠിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു എന്നൊക്കെ സ്വകാര്യം ചോദിക്കുന്നത് പിള്ളേര് റിപ്പോർട്ട് ചോദിക്കുന്നതായിരുന്നു. എന്തായാലും ഇപ്പൊ ലിമേഷന് വന്നപ്പോൾ എന്നെ ഓർക്കേട്ടോ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബി എം ടീച്ചറെ വിളിക്കുകയാണെങ്കിൽ ബി എം ടീച്ചറെ ഫസ്റ്റ് ബാച്ചില് ലിമിയത് ലിമേഷൊക്കെ ലിമേഷിന്റെ പ്രത്യേകത എന്തായെന്നറിയാമോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്ക് അറിയില്ല. നഖ വളർത്തി ക്ലാസ് കെട്ടുമ്പോൾ നഖമൊക്കെ നോക്കുമായിരുന്നു. അപ്പൊ എപ്പോഴും ടീച്ചർ പറയുന്ന ഒരു കാര്യമാണ് ലിമേഷിന്റെ നഖവും. അപ്പൊ ഈ ബാച്ചിന്റെ എടുത്തു പറയുന്ന ഒരു കാര്യം, ചില കാര്യങ്ങൾ അങ്ങനെയായിരിക്കും. ഇപ്പൊ എന്റെ തലകറക്കം, ലിമേഷിന്റെ നഖമളത്തില്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ഞാൻ ക്ലാസ്സിൽ ഒരു നീല കളർ സാരി എടുത്തുകൊണ്ട് വന്നു. ഞാൻ നോക്കുമ്പോൾ ഏറ്റവും പുറകിലെ സീനിയർ കണ്ണു പൊത്തുന്നു. അവർക്ക് ഈ കളറായി സഹിക്കാൻ പറ്റില്ല. കാരണം ഞാൻ എങ്ങനെയാ ക്ലാസ് ഒക്കെ എടുത്തതെന്ന് അമ്മ ആലോചിക്കുന്നു. ഞാൻ ഭയങ്കര വിഷമം. ഇപ്പോഴൊക്കെ ആയിരുന്നെങ്കിലല്ലോ പോകുന്നത് ഇതിൽ നാളെ അതിലും കളറുള്ള സാരി കൊണ്ടുപോകുന്നത്. കാരണം നമുക്കങ്ങനെ അവർ മാറ്റം കണ്ടതേ. എന്തായാലും നിങ്ങളെ വിളിച്ചത് ഞാൻ ഇപ്പം പോകാൻ തീർച്ചയുണ്ട്. അപ്പോൾ ഏതായാലും നിങ്ങൾ വിളിച്ചല്ലോ, ആ വിളിച്ചതിനും നമ്മൾ നിങ്ങളായിട്ട് സംസാരിച്ചതിനും എല്ലാവർക്കും വളരെ നന്ദി. എവിടെയെല്ലാം വെച്ച് കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും വന്ന് സംസാരിക്കാൻ നിങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ടല്ലോ. കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്. പക്ഷെ കുറച്ച് പേരൊക്കെ പെട്ടെന്ന് ഇപ്പം ചിലവരെ ആ ഫേസ് അതേപോലെ തന്നെ ഇരിക്കണമെന്നുണ്ടല്ലോ, ആ പേരോടുകൂടി നമുക്ക് ഓർമ്മ. അതെല്ലാം മാറ്റം ഇതുകൊണ്ടാണ്. ഇപ്പോഴും ഞങ്ങൾ പല പിള്ളേരെ കാണുമ്പോൾ അവരുടെ ഇംഗ്ലീഷിൽ കൊടുത്ത് പറയുമ്പോഴല്ലോ അവർക്ക് എനിക്ക് സന്തോഷമാണെന്നറിയാം. ഞാൻ പിന്നെ കുറച്ച് ചെയ്തോണ്ട് പറഞ്ഞ് ഞാൻ രക്ഷപ്പെടും. എന്തായാലും നല്ല ഒരു അനുഭവങ്ങൾ കുറേ നാളത്തേക്ക് തന്നതിന് ഒരിക്കൽ കൂടി താങ്ക്സ് കേട്ടോ. പ്രിയപ്പെട്ട കുട്ടികളെ, ഞങ്ങൾക്ക് ഇതുപോലൊരു ഞങ്ങളെ കേൾക്കുന്ന ഒരു ബാച്ചിനെ ഞങ്ങൾക്ക് കിട്ടിയിട്ട് വർഷങ്ങളായി.
ഇവിടെ ഇപ്പോൾ സുമ ടീച്ചറെയും ജിബി ടീച്ചറെയും നിങ്ങളത്രയും ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കുമ്പോൾ ഇനി ഇവിടെ നിൽക്കുമ്പോൾ ഞാനത് ഓർക്കും. നിങ്ങളിപ്പോൾ കുറേ വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്, ആരും കേൾക്കാത്ത ഒരു വലിയ വിഷമത്തോടെയാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളെ തിരിച്ചു കിട്ടിയ പോലെ ഇത് തോന്നുന്നു. പിന്നെ പേരിൻ്റെ കാര്യം പറഞ്ഞു, പേര് ഇച്ചിരി വെച്ച് ഓർക്കുക എന്ന് പറയുന്നത് അത് അന്നോട്ടേ ആ രീതിയിൽ ശീലിച്ചത് നിങ്ങളെ കാണുമ്പോൾ മറന്നു പോകാതിരിക്കാനാണ്. പക്ഷെ ഇന്നിപ്പോൾ നിങ്ങളെല്ലാവരും ഫോട്ടോ മാത്രം കാണിച്ചിട്ട് നമ്മുടെ ബീന ടീച്ചറോടൊന്ന് ചോദിച്ചാൽ നിങ്ങളുടെ എല്ലാം പേര് ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നത് ചിലരെങ്കിലും പേര് ടീച്ചർ എല്ലാവരുടെയും പേര് പറയും, ഇനിഷ്യലി സൈതേ പറയും. അത്ര ഓർമ്മയുണ്ട്. ടീച്ചർ ഇപ്പോൾ എവിടെയെന്നറിയോ? ടീച്ചർ നൈപുണ്യ കോളേജിലുണ്ട്. നിങ്ങൾ അതിലെ പോകുന്നുണ്ടെങ്കിൽ നൈപുണ്യ കോളേജിൽ നിന്ന് കയറാം. ടീച്ചർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. കൊങ്ങത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. അവിടുന്ന് പോയി പിന്നെ തിരിച്ച് അശോകരത്തുനിന്നായിരുന്നു കുറച്ച് നാൾ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവിടുന്ന് പോയിട്ട് നൈപുണ്യ കോളേജിൽ ജോലിയുണ്ട്. അപ്പോൾ അവിടെ അടുത്ത് തന്നെ താമസിക്കും. ടീച്ചറെ മക്കളുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഹസ്ബൻഡും അവിടെ ജോലിക്ക് പോകുന്നുണ്ട് അവിടെ അടുത്ത് തന്നെ. അപ്പോൾ അവിടെ ഉണ്ട് ഉണ്ടാവും. പിന്നെ ടെസ്റ്റ് ടീച്ചറിനും ഒരു പക്ഷേ ഓർമ്മ ഉണ്ടാവുന്നില്ല. ടീച്ചർ ഈ പറഞ്ഞ പോലെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നിരുന്നു, സർജറി ഒന്ന് കഴിഞ്ഞിരുന്നു കഴിഞ്ഞ്. പിന്നെ ഹസ്ബൻഡിന് വയ്യാണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ ഹസ്ബൻഡും ഓക്കെ ആയിട്ടുണ്ട്. ഈ അടുത്ത ആരോ നമ്മുടെ ടീച്ചേഴ്സ് ആരോ പോയി കണ്ടിരുന്നു. അപ്പോൾ കുറച്ച് ഉഷാറായിട്ടുണ്ടാവും. അതുപോലെ മൂത്ത മോൻ്റെ കല്യാണം കഴിഞ്ഞു. രണ്ടാമത്തെ ആൾ ഫിലിപ്പീൻസിൽ പഠിക്കുന്നു, MBBS അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ പറഞ്ഞു വന്നത് വലിയൊരു മാറ്റം നിങ്ങൾ തിരിച്ച് ഇവിടെ ക്ലാസ്സിൽ ചെയ്തപ്പോൾ ആ പഴയൊരു ക്ലാസ് പുനർജീവിച്ച പോലെ തോന്നൽ നമുക്ക് വന്നിരിക്കുകയാണ്. പിന്നെ ഞാൻ വന്നപ്പോൾ തന്നെ ഷഫിനെ കണ്ട വഴി ഞാൻ ഓർത്ത് പുഴയിൽ വീണ കാര്യം. കാര്യം അവനെ ഞാൻ ജീവിതത്തിൽ മറക്കില്ല. കാരണം അന്ന് പുഴയിൽ വൈകിട്ട് ഇവിടുന്ന് ക്ലാസ് കഴിഞ്ഞ് പോയതാണ്. ഹസ്ബൻഡ് വീട്ടിൽ പുക്കാട്ടുപടിയിൽ നിന്ന് ഞാൻ പോയി വന്ന സമയം സാരി, ഒരു ഗാർഡൻ സാരി, ബ്ലൂ സാരി, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ ദിവസം. വൈകിട്ട് ഇവിടുന്ന് വഞ്ചി കയറിയതാണ്. വഞ്ചി മറിഞ്ഞപ്പോൾ ഷഫിന് ഇവർ കുറച്ച് പേരെ കൂടിയിട്ടാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. പിന്നെ അവൻ്റെ വീട്ടിൽ പോയിട്ട് അന്ന് സാരിയൊക്കെ മാറി വീട്ടിൽ പോയത് ഓർക്കാം. സന്ധ്യ കഴിഞ്ഞു വീട്ടിലെത്താം. അന്ന് ഇന്നത്തെ പോലെ ഫോണൊന്നും ഇല്ലല്ലോ. അങ്ങനെ പിന്നെ കുറേ ദിവസത്തെ മാനേജ്മെൻറ്റിലേക്ക് ആളുകൾ കാണുമ്പോൾ കളിയാക്കുമായിരുന്നു, പുഴയിൽ നീന്താൻ വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ക്ലാസ്സിലെ അനുഭവങ്ങൾ പറഞ്ഞാൽ ഇന്ന് ഇവിടെ ഇപ്പം ഈ മോള് വന്ന് ചോദിച്ചു എന്നോട് ഇപ്പം എങ്ങനെയാണ് ടീച്ചറെ കുട്ടികളൊക്കെ ക്ലാസ്സിൽ. അപ്പോൾ പറയുകയാണ്, നമ്മളിപ്പോൾ ടെക്സ്റ്റൊക്കെ ഇപ്പോഴും പ്രധാനമാണെങ്കിലും കുട്ടികൾ ഒന്നും തന്നെ കേൾക്കാത്ത ഒരവസ്ഥ. പ്രത്യേകിച്ച് ക്ലാസ് ടീച്ചർഷിപ്പും ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കുന്ന ഒരവസ്ഥ. എന്നുവെച്ചാൽ കുട്ടികളെ അനുസരിക്കുന്നില്ല എന്നുള്ളതല്ല, പേരൻസും അതിനൊപ്പിച്ച് വേറെ രീതിയിലാണ്. ഇപ്പം നമുക്ക് ക്ലാസ് റൂമിലേക്കൊക്കെ വരുമ്പോഴും മുടിയൊക്കെ കണ്ടമാനം വളർത്തി അങ്ങനെയൊക്കെ വല്ലാതെ പ്രാകൃതരായിട്ടുള്ള രീതിയിലൊക്കെ വന്നിരിക്കുമ്പോഴേ നമ്മളന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേരൻസ് തന്നെ ചോദിക്കുന്നുണ്ട്. എനിക്ക് ആകെ ഒരു കുട്ടിയുള്ളൂ, അവൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്താൽ, മുടി വെട്ടാൻ പറഞ്ഞ് നിർബന്ധിച്ച് അവനെന്തെങ്കിലും കടുങ്കൈ ചെയ്താൽ ടീച്ചർ അവൻ്റെ ജീവിതം തിരിച്ചു കൊണ്ടുതരും. പേരൻസ് ചോദിക്കും. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നു തുടങ്ങിയോടെ നമുക്ക് സത്യത്തിൽ ആത്മാർത്ഥമായി ഒരു കുട്ടിക്ക് വേണ്ടി ഇടപെടാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ. സുമ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ടീച്ചർ പറഞ്ഞത് സത്യമാണ്, ടീച്ചർ രക്ഷപ്പെട്ടു. എനിക്ക് 2028 മാർച്ചിലാണ് എൻ്റെ റിട്ടയർ. അതുവരെ എങ്ങനെ മുമ്പോട്ട് പോകുന്നുള്ളതിനെപ്പറ്റി നല്ല ശങ്കയുണ്ടായിരിക്കും. ഇപ്പോഴത്തെ ക്ലാസ് ചാർജ് കൊമേഴ്സ് മാത്തമാറ്റിക്സ് ക്ലാസ്സിൻ്റെ വലിയ പ്രതിസന്ധികൾ ഫസ്റ്റ് ഇയറിൽ ഉണ്ടാക്കിയ കുറേ കുട്ടികളുള്ള ക്ലാസ് ഇവർക്ക് എല്ലാവർക്കും അറിയാം അവരെ. അപ്പോൾ ഒരു വലിയ ചോദ്യചിഹ്നമാണ് ഈ വർഷം എങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്ത ക്ലാസ് ചാർജ് നീങ്ങി കിട്ടും എന്നുള്ളതിനെ പറ്റി കടുത്ത മാനസിക സംഘർഷത്തിലാണ് ഉള്ള കാര്യങ്ങൾ. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ഫസ്റ്റ് ഇയർ ഇവിടെ ചെയ്തിട്ട് സെക്കൻഡ് ഇയർ എവിടെയെങ്കിലും പോയി അഡ്മിഷൻ എടുത്തോളം എന്ന് പറഞ്ഞാൽ 2-3 കുട്ടികൾ എൻ്റെ ക്ലാസ്സിലുണ്ട്. അപ്പോൾ ആ കുട്ടികൾ ഇന്നലെയും മിഞ്ഞാന്നും ഒക്കെ ആയിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്, ടീച്ചറെ ഞങ്ങൾ ഈ വർഷം ഒരു കുഴപ്പമുണ്ടാക്കില്ല, തുടരട്ടെ ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടു. ഞാൻ അവരോട് റിപ്ലൈ പറഞ്ഞു, പ്രിൻസിപ്പലിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുക, എനിക്ക് തന്നെ ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ PT കമ്മിറ്റി വരെ വച്ച് തീരുമാനം ഉണ്ടാക്കി വിട്ട കേസുകളാണ്. അപ്പോൾ ഇനി അതൊക്കെ എനിക്ക് നാളെ മുതലുള്ള ദിവസങ്ങളിൽ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളായിട്ട് തിരക്കായിരിക്കും. പിന്നെ ക്ലാസ്സിൽ ആർക്കും തന്നെ ഒന്നും തന്നെ കേൾക്കേണ്ടതില്ല, ഒരു കുട്ടിക്കും ഒരു സബ്ജക്റ്റ്. പിന്നെ ആകെ ഒരു സമാധാനം ഈ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ക്ലാസ്സിലുള്ള കുട്ടികളെ കാണുമ്പോഴും അവർ കുറച്ചുകൂടി ഭേദം. ടീച്ചർ പറഞ്ഞില്ല, കണ്ടാലും തിരിഞ്ഞു നോക്കാതെ പോകുന്നത് സയൻസ് ബാച്ചിലുള്ള കുട്ടി അവരിപ്പോഴും പഴയതിനേക്കാൾ വളരെ മോശമായിരിക്കുന്നു എന്ന് മാത്രമേ പറയൂ. അപ്പം അങ്ങനെ വളരെ സംഘർഷഭരിതമായ ഒരവസ്ഥയിലാണ് നമ്മുടെ സ്കൂളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ NSS സ്കൗട്ടും ഗൈഡും ഒക്കെ ഉണ്ട്.
അതിനൊക്കെ വേണ്ടി ഉള്ള കുട്ടികൾ, അതിലൊക്കെ ഉള്ള കുട്ടികളെ ആത്മാർത്ഥമായിട്ട് സംരക്ഷിച്ചൊക്കെ കൊണ്ടുപോകുന്ന ആളാണ് ടീച്ചർ. കാര്യമായിട്ട് അവരെയൊക്കെ നന്നാക്കി എടുക്കണം എന്നുള്ള ഒരു സതുദ്ദേശത്തിൽ തന്നെ പോയിരുന്നത്. പക്ഷേ എനിക്കുണ്ടായിരുന്ന NSSന്റെ ചാർജ് 2.5 വർഷത്തോളം NSSന്റെ ചാർജിലായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കുട്ടികളെ എന്നും തന്നെയും കാര്യമായ പരിവർത്തനമൊന്നും വരുത്താൻ പറ്റാതെ ഒരു ധർമ്മസങ്കടത്തിലായിരിക്കുന്ന ഒരു അവസ്ഥയിലുള്ള ആളുകളാണ് ഞങ്ങൾ. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളെപ്പോലുള്ളവരെ, പ്രത്യേകിച്ചും ഫസ്റ്റ് ബാച്ച് ഞങ്ങളുടെ കുട്ടികളെ പോലെ തന്നെ, എൻ്റെ മക്കളെ പോലെ തന്നെയാണ്. അത്രയും സ്നേഹമാണ് നിങ്ങളോട്. കാര്യം ആദ്യമായിട്ട് ഞങ്ങൾക്കൊരു തൊഴിൽ കിട്ടി, ആദ്യമായിട്ട് ഞങ്ങളുടെ ടീച്ചിങ് സ്കില്ലൊക്കെ പരീക്ഷണാവസ്ഥകളായി തീർന്ന് വളരെയധികം ചിലപ്പോൾ പിച്ചും ഇന്നുള്ളും വഴക്കും ഇഷ്ടം പോലെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ എങ്കിലും നിങ്ങളെ വളരെ സ്നേഹത്തോടെ എപ്പോഴും ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ മനസ്സിൽ നിങ്ങളുണ്ടാവും. ഓക്കെ, താങ്ക് യു.